ഹലോ ഹായ്. എല്ലാവർക്കും സുഖല്ലേ? ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പോയിക്കോളിട്ടോ നിങ്ങള്. എല്ലാരും നമ്മളൊന്നും കാണാതെ മെയിൻ ചെയ്യാതെ പോണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊന്ന് മെയിൻ ചെയ്ത് എന്താ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങള് പിന്നെ നമ്മളെ വീഡിയോ അങ്ങനെ തെരഞ്ഞ് നിങ്ങൾ നടക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണും. അപ്പൊ ഉണ്ടാക്കല്ലേ? ഇത് കാബേജാണ്. കാബേജ് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. അതിന്റെ ശേഷം അതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, അതേമാതിരി ഗരം മസാല, മുളക് പൊടി കൂട്ടിയിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. കുറച്ച് മൈദപ്പൊടി, അതിന്റെ മൈദപ്പൊടിയുടെ പകുതിയായിട്ട് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി കൂട്ടിയിട്ട് നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉരുളകളാവാൻ പാകത്തിന് കൈ നോക്കുക. ഉരുള ആ ഒരു ഷേപ്പിലാക്കിയിട്ട് കിട്ടുമോന്ന് നോക്കുക. ആ ഒരു വരെ കുഴച്ചെടുക്കുക. എന്നിട്ട് ചൂടുള്ള എണ്ണയ്ക്ക് നമ്മൾ ഈ കാണുന്ന ഉണ്ടാക്കി വെച്ച സംഗതി ഉണ്ടല്ലോ, കാബേജ്, അതൊക്കെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. രണ്ട് ഭാഗം തിരിച്ചും മറിച്ച് ഇട്ടുകൊണ്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ടിയിട്ട് കാപ്സിക്കം വേണം, അതേമാതിരി വലിയുള്ളി വേണം, പിന്നെ എന്താണ് വേണ്ടി വെച്ചാല് വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് ആ വെളുത്തുള്ളി ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് വറുത്തിട്ട് അതിലേക്ക് ക്യാപ്സിക്കനും വലിയുള്ളിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുക. വലിയുള്ളി ഇടാൻ ലേറ്റ് ആയിന്, അപ്പം സാരില്ല, നമ്മൾ ഫസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, ചെറിയ ഒരു വേവ് മതി, അതൊന്നും പ്രശ്നമാക്കണ്ട കേട്ടോ. എല്ലാ സാധനവും ഇതിൽ പെട്ടാൽ മതി. നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ചൂടാക്കി ഇടുക. അപ്പൊ ഞാനത് ഇടാൻ മറന്നു പോയതാണ് കണ്ടോ. ഫസ്റ്റില് അതാണ്, സെക്കൻഡിൽ വന്നത് ഉള്ളി, ലാസ്റ്റിലേക്ക് വന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കോൺഫ്ലവറിന്റെ പൊടി, വെള്ളപ്പൊടി ഉണ്ടല്ലോ, അത് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്കാണ് മിക്സ് ചെയ്യുക. ഈ പൊരിച്ചെടുത്ത കാപ്സിക്കം കൂടി നമ്മളെ ഇതിലേക്ക് മിക്സിലേക്ക് ഇട്ടിട്ട് ഇളക്കി കഴിച്ചു നോക്കിയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാല് ഗോബി മഞ്ചൂരിയൻ കേട്ടിട്ടുണ്ടോ? അതേമാതിരി തന്നെയാ കാബേജ് മഞ്ചൂരിയൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.